നമസ്കാരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലീഡ് വർദ്ധിക്കുന്നു. നിലവിൽ 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി മുന്നിലാണ്. തുടക്കത്തിൽ LDF-ഉം UDF-ഉം മാറി മാറി ലീഡ് ചെയ്ത മണ്ഡലത്തിൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ BJP ലീഡ് ഉയർത്തുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ വരവോടെയാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ലെങ്കിലും 2,93,822 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. കോൺഗ്രസ് വിജയിച്ചപ്പോൾ CPI രണ്ടാം സ്ഥാനത്തായി. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതോടെയാണ് സഹോദരനായ K മുരളീധരൻ വടകര വിട്ട് തൃശൂരിൽ കോൺഗ്രസിനായി മത്സരിക്കാൻ എത്തിയത്. മുൻ മന്ത്രി കൂടിയായ സുനിൽ കുമാറിനെ LDF രംഗത്തിറക്കിയതോടെ മത്സരം കനക്കുകയായിരുന്നു. BJP വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം തന്നെയായിരുന്നു തൃശൂർ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിൽ കേരളത്തിൽ നിന്നും ആദ്യം ലീഡ് ചെയ്ത BJP സ്ഥാനാർത്ഥിയായി മാറി സുരേഷ് ഗോപി. ചാനലുകളിൽ രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനുമെല്ലാം ലീഡ് നേടിയതായി ബ്രേക്കിങ്ങുകൾ മിന്നി മറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ മുൻതൂക്കം എത്തുന്നത്. എന്നാൽ ഔദ്യോഗിക സൈറ്റിൽ ആദ്യം മുന്നിലെത്തിയ കേരളത്തിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയായിരുന്നു. ആദ്യ റൗണ്ടിൽ സുരേഷ് ഗോപി മുന്നിലെത്തുമ്പോൾ CPIയുടെ അഡ്വക്കേറ്റ് VS സുനിൽകുമാറാണ് രണ്ടാമത്. മുരളീധരന് 3-ാം സ്ഥാനമേയുള്ളൂ. അതിശക്തമായ മത്സരമാണ് തൃശൂരിൽ നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും നാളുകൾക്ക് മുൻപ് വോട്ടർമാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചർച്ചാ വിഷയമായ മണ്ഡലം കൂടിയാണ് തൃശൂർ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പ്രചരണം തുടങ്ങിയിരുന്നു. എക്സിറ്റ് പോളിലും സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ തിളങ്ങും താരമായി സുരേഷ് ഗോപി മാറിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ എല്ലാ എക്സിറ്റ് പോളുകളും ഉയർത്തിയതോടെ തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പെന്ന വിലയിരുത്തലും വന്നു. BJPക്ക് തുടർഭരണം പ്രവചിക്കുന്ന സാഹചര്യത്തിലാണിത്. എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ വിളി എത്തുകയും തൃശൂരിലെ പ്രവർത്തനത്തിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ആവേശത്തിൽ നടൻ നിൽക്കുമ്പോഴാണ് എക്സിറ്റ് പോളും വിജയപ്രതീക്ഷ നൽകിയത്. ഇതോടെ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളിൽ നിന്നും മറ്റും അകലം പാലിക്കണമെന്ന് BJP ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്കൊപ്പം രഹസ്യ ഇടത്തിലേക്ക് താരം മാറി. ഫലപ്രഖ്യാപനം വന്ന ശേഷം 4 മണിക്ക് ശേഷമേ ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി എത്തൂ. അതിനിടെ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ ഇടതുമുന്നണിയിലും പലവിധ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത്. ലോക്സഭയിലേക്ക് താമര ചിഹ്നത്തിൽ നിന്നും കേരളത്തിൽ ആരും ജയിച്ചിട്ടില്ല. സുരേഷ് ഗോപി ചരിത്ര വിജയം നേടുമെന്ന എല്ലാ സർവേകളും പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിനും വിജയം നൽകുന്ന ദേശീയ ചാനലുകളുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും കേന്ദ്രമന്ത്രിയാകാനുള്ള ആദ്യ പരിഗണന സുരേഷ് ഗോപിക്ക് തന്നെയാകും ഉണ്ടാവുക. പ്രധാനമന്ത്രി അതായിരിക്കും നൽകുക. തൃശൂർ പൂരത്തിന് രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതാണ് സുരേഷ് ഗോപിക്ക് വീണ്ടും മുൻതൂക്കം നൽകിയതെന്ന വിലയിരുത്തൽ CPIക്കുണ്ട്. കേരളത്തിലെ ഭരണമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ VS സുനിൽകുമാറിന് അത് വലിയ തിരിച്ചടിയുമായി. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂരിൽ ഉണ്ടായിരുന്നു. എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപി അട്ടിമറി വിജയം തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുമെന്നുള്ള BJPയുടെ ഉറപ്പ് പ്രധാനമന്ത്രി പാലിക്കുമെന്ന് തന്നെ വിചാരിക്കാം. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.